സ്ത്രീകളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ബ്രാ എന്ന് പറയുന്നത്. ബ്രാ ധരിക്കുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ബ്രാ എന്ന് പറയുന്നത്. ബ്രാ എല്ലാ സ്ത്രീകൾക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ബ്രാ ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ഡ്രസ്സ് ഇടുന്നത് പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലായിട്ടാണ് നമുക്കുണ്ടാവുന്നത്. ആ ഉപയോഗിക്കുന്ന സമയത്ത് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനെ ഷേപ്പാക്കി നിർത്തുന്നതും കൂടാതെ തന്നെ നമ്മുടെ മാറിടത്തിനെ ടൈറ്റ് ആക്കി നിർത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ബ്രാ ധരിക്കുന്നത്. ബ്രാ ധരിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ഷേപ്പിനനുസരിച്ചുള്ള ബ്രാകളാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് 26 ഇഞ്ചിൻ്റെ ആയിരിക്കും, ചില ആൾക്കാർക്ക് 30-ൻ്റെ ആയിരിക്കും, ചിലപ്പോൾ 38 ആയിരിക്കും. പല പല അളവാണ് എല്ലാവർക്കും ഉള്ളത്. ചില ആൾക്കാർക്ക് ശരീരത്തിന് ഷേപ്പ് ഇല്ലെങ്കിലും അവരുടെ മാറിന് വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ കപ്പ് സൈസ് നോക്കിയിട്ടാണ് നമ്മൾ ബ്രാ സെലക്ട് ചെയ്ത് മേടിക്കുന്നത്. ചില ആൾക്കാർക്ക് ബ്രാ നമ്മൾ മേടിക്കുന്ന സമയത്താണെങ്കിൽ ചില ആൾക്കാരുടെ കപ്പ് സൈസ് കറക്റ്റ് ആയിരിക്കും, ചിലപ്പം ബാക്ക് വശം കറക്റ്റ് അല്ലാതിരിക്കും. അതുമൂലം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാക്ക് വശം ചാടും. അതായത് ഇവിടെ പിക്ചർ കൊടുക്കാം, ചാടിയിരിക്കും. അത് വളരെയധികം ബോറാവും മുന്നോട്ട് പോകും തോറും. തുടക്കത്തിലെ തന്നെ നിങ്ങളത് നിങ്ങളുടെ ആ ഒരു ശരീരത്തിൻ്റെ അനുസരിച്ചുള്ള ഷേപ്പിനനുസരിച്ചുള്ള ബ്രാ മേടിക്കണം. ഇപ്പോൾ ചിലപ്പോൾ കപ്പ് ഷേപ്പ് കറക്റ്റ് ആണെങ്കിലും ബാക്കിലോട്ടുള്ള ആ ഒരു ഇത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ലാസ്റ്റത്തെ ഹുക്ക് ഉണ്ടല്ലോ, അതിന് ഇത് ചെയ്യാൻ പറ്റുന്ന മുന്നോട്ടും കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്ക് കിട്ടും. അത് മേടിച്ച് അതിൽ തുന്നി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്രാ ധരിക്കാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ടൈറ്റായിട്ട് ഇടുന്നത് മൂലം പല രീതിയിലും ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവാനായിട്ടുള്ള ഇടയാകുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് നിങ്ങൾ ഷേപ്പ് കറക്റ്റ് ബാക്ക് ചിലപ്പം ഇടാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ടൈറ്റായിട്ടിരിക്കണം. അപ്പം അതിന് ചെറിയ രീതിയിൽ വലിപ്പം വെക്കുന്ന ഒരു ഇത് കിട്ടും. നമ്മൾ ആ ഹുക്ക് കിട്ടും. ആ ഹുക്കിനനുസരിച്ചുള്ള മേടിച്ചിട്ട് തുന്നി ചേർത്തിട്ട് അതിടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് പോകും തോറും ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. എന്ന ശാരീരിക ബുദ്ധിമുട്ട് മുന്നോട്ട് പോകും തോറും ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് കപ്പ് ഷേപ്പ്, അതായത് ബാക്ക് ഷേപ്പ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാൽ കപ്പ് ഷേപ്പ് ടൈറ്റായിട്ട് കാണും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് 30 ഇഞ്ചായിരിക്കും, അപ്പം 32 ഇഞ്ച് മേടിക്കാനായിട്ട് നോക്കണം. എന്തായാലും കൂടുതൽ മേടിച്ചാലും നമുക്ക് ഇവിടം വെച്ചിട്ട് അത് നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അതങ്ങനെ ചെയ്യണം. അല്ലാതെ ഫിറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം നമ്മുടെ ശരീരം ടൈറ്റായിട്ടിരിക്കും, നമ്മളിങ്ങനെ ശ്വാസം മുട്ടി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബ്രായുടെ അളവിനെക്കാട്ടിലും 2 ഇഞ്ച് കൂട്ടി മേടിക്കാനായിട്ട് നോക്കണം. അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. അതിനുവേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ സെയിം അളവ് തന്നെ മേടിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഇത് വള്ളി പിടിച്ച് കറക്റ്റാക്കി നമ്മൾ വെക്കുമ്പോൾ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ടൈറ്റായിട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റെല്ലോടെ അതായത് മുന്നോട്ട് വന്നിരിക്കും, നമ്മുടെ മാറലോടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങളിങ്ങനെ പിടിച്ച് ടൈറ്റാക്കി ഇവിടെ വെക്കരുത്. അത് നിങ്ങളുടെ ശരീരത്തിന്, നമ്മുടെ ഈ ഒരു തോളലിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവിടെയൊക്കെ ആ ഒരു വര വീഴാനും ഒക്കെ ഇടയാകും. അപ്പോൾ ആലോചിക്കണം എന്തുമാത്രം ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് അനുഭവപ്പെടുത്തില്ല. പക്ഷേ കാരണം ദിവസേന നമ്മൾ ഇട്ട് ശീലിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. മുന്നോട്ട് പോകും തോറായിരിക്കും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. എനിക്ക് സർജറിക്ക് ശേഷം ഹാർട്ടിൻ്റെ സർജറി ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ആകെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്രാ ധരിക്കുമ്പോൾ അളവ് കൂട്ടിയിടാനായിട്ടും കൂടാതെ തന്നെ ഈ ഒരു ഇതുണ്ട് നമ്മൾ ഇടുന്ന വള്ളി അവിടെ ലൂസായിട്ടും ഇടാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഹാർട്ടിനെ എന്തുമാത്രം നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത്. കാരണം എല്ലാവർക്കും
ബ്രാ ധരിക്കുമ്പോൾ ഷേപ്പായിട്ട് നിർത്താനായിട്ടാണ് ഒട്ടുമിക്ക പേരും ആഗ്രഹിക്കുന്നത്. ഞാനായാലും അങ്ങനെ തന്നെ ആയിരുന്നു ആഗ്രഹിച്ചത്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ലൂസായിട്ട് ഇട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ലൂസായിട്ട് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ബോറൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് സ്പോർട്സിൻ്റെ ബ്രാ കിട്ടും. സ്പോർട്സ് ബ്രാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ കൊടുക്കാം ഇവിടെ പിക്ചർ. സ്പോർട്സ് ബ്രാ അത് മേടിച്ചത് അതിൻ്റെ മുകളിലിടുവാണെങ്കിൽ ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് കിട്ടും. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷിമ്മീസോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് മറ്റുള്ള ഉടുപ്പൊക്കെ ഇടുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഫിറ്റായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാം. ചില ആൾക്കാർ നല്ല കോട്ടൻ്റെയും പോളിസ്റ്ററിൻ്റെയും ഒക്കെ ബ്രാ മേടിക്കുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിൾ അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കരുത്. നിങ്ങൾക്കത് എന്താണ് നിങ്ങളുടെ ബോഡിക്ക് കംഫർട്ടബിൾ, അതിന് നിങ്ങളുടെ ബോഡിക്ക് കംഫർട്ടബിളായിട്ടുള്ള ബ്രാ ധരിക്കാനായിട്ട് നോക്കണം. അല്ല അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പലതരം പറയുമല്ലോ. നിങ്ങളുടെ ഇപ്പോൾ എത്ര എമൗണ്ട് കൊടുത്ത് മേടിച്ചാലും നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചുള്ള ബ്രാ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് മേടിക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ കടകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് എനിക്ക് നമ്മുടെ ശരീരം നമുക്കല്ലേ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചുള്ള ബ്രാ നിങ്ങൾ സെലക്ട് ചെയ്ത് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് കടയിൽ ചെന്നിട്ട് നിങ്ങളുടെ അളവിൻ്റെ വലിപ്പം കൂട്ടിയുള്ളത് മേടിക്കാനായിട്ട് നോക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, മുന്നോട്ട് പോകും തോറും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ടൈറ്റായിട്ട്, അതായത് നമ്മുടെ ബ്രാ ടൈറ്റായിട്ട് കിടക്കുന്നത് മൂലം ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലാതെ നടക്കുന്നത് മൂലം ക്യാൻസർ വരാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പല പഠനങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇതിൽ നിന്നും പറയുന്ന കാര്യമൊന്നുമല്ല, പഠനങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ബ്രാ ടൈറ്റായിട്ട് ഇടുന്നത് മൂലമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കന്ന് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ബ്രാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പെൺകുട്ടികളുടെ അമ്മമാർക്ക് അവരുടെ ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ബ്രാ മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കിഡ്സ് ബ്രാ എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് തുടക്കത്തിലെ മേടിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ വലിയൊരു ഉപയോഗിക്കുന്ന ബ്രാ മേടിച്ചു കൊടുക്കാതിരിക്കുക. പല അമ്മമാരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കിഡ്സിൻ്റെ ബ്രാ അതാണ് ആദ്യമേ തുടക്കത്തിലെ നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം മുന്നോട്ട് പോകും തോറുമാണ് ബ്രായുടെ ഇത് മാറ്റി മാറ്റി കൊടുക്കേണ്ടത്. അല്ലാതെ തുടക്കത്തിലെ തന്നെ അത് മേടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരം തുടക്കത്തിലെ ടൈറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ശരീരം ടൈറ്റ് ആക്കാത്ത രീതിയിലുള്ള കിഡ്സ് ബ്രാ കിട്ടും. അത് മേടിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കണം അമ്മമാർ. മറക്കരുത് കേട്ടോ, ഇത് എടുത്തു പറയുവാണ് ഞാൻ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ശരീരം ടൈറ്റായിട്ട് ഇരിക്കുന്നത് മൂലം നമുക്ക് മാനസിക പിരിമുറുക്കം വരെ വരും. അതായത് നമുക്ക് ശരീരം നമ്മുടെ ഇങ്ങനെ ഇരിക്കുമല്ലോ, നമ്മൾ ടൈറ്റായിട്ടിരിക്കുക, നമുക്ക് ശരീരത്തിന് ബ്ലഡ് ഓട്ടം കറക്റ്റ് അല്ലാതിരിക്കുന്നത് മൂലം നമുക്ക് ചിന്തിക്കാനും മനസ്സ് വല്ലാതാക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം ലൂസായിട്ടിരിക്കുവാണെങ്കിലും ടൈറ്റ് അല്ലാതിരിക്കുവാണെങ്കിലും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇടയാക്കും. അല്ലാതെ നമ്മൾ ടൈറ്റായിട്ടിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മാനസിക പിരിമുറുക്കം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ടൈറ്റായിട്ടുള്ള ബ്രാ ധരിക്കാതിരിക്കുക. മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും എത്ര പേര് ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല. കാണുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും. കാരണം ചില സ്ത്രീകളാണെങ്കിൽ ബ്രാ ടൈറ്റായിട്ട് ഇടുന്നത്, ഇവിടുത്തെ വള്ളിയെല്ലാം ടൈറ്റായിട്ടിടും. അപ്പോൾ ഈ തോളെല്ലിനൊക്കെ മുന്നോട്ട് പോകും തോറുമാണ് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പലരും എന്നോട് സംസാരിച്ച കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ വെറുതെ പറയുകയൊന്നുമല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ബ്രാ ധരിക്കുന്ന സമയത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളിപ്പം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാ ധരിച്ചാലും നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതിനനുസരിച്ചുള്ള ബ്രാ മേടിക്കുക. അത് ചിലപ്പോൾ ചിലർക്ക് കോട്ടൺ ആയിരിക്കും, ചിലർക്ക് ഷിഫോൺ ടൈപ്പ് ആയിരിക്കും, ചിലർക്കാണെങ്കിൽ ബനിയൻ ടൈപ്പ് ആയിരിക്കും. പലതരം ബ്രായാണ് പലർക്കും കംഫർട്ടബിൾ. ഇന്നിപ്പോൾ കമ്പനി ടൈപ്പിൻ്റെയും പല മെറ്റീരിയൽ ഉണ്ട്, പല ടൈപ്പുള്ള ബ്രാകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ചുള്ള ബ്രാ ധരിക്കുക. ചില ആൾക്കാർക്ക് ഫ്രണ്ട് ഹുക്കായിട്ടുള്ള ബ്രാ ധരിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഹുക്കുള്ള ബ്രാ ധരിക്കുക. പിന്നെ ഒരു കാര്യം, ചിലർക്ക് നമ്മുടെ ബ്രാ ധരിക്കുന്നതിന് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെയുള്ളൊരു ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഹുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, അവിടെ ഇട്ടിട്ട് അത് തിരിച്ചാക്കിയിട്ട് കൈകൾ കയറ്റിയിടുവാണെങ്കിൽ നമുക്ക് ഒരു കംഫർട്ടബിളായിട്ട് രീതിയിൽ നമുക്ക് ബ്രാ ധരിക്കാൻ പറ്റും. അത് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ ഹുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരുന്ന നമ്മുടെ അനുസരിച്ച് നമ്മുടെ എത്രയാണ് നമുക്ക് 1, 2, 3 ഒക്കെ വേണം, അതിനകത്ത് ഏതിനകത്താണോ ഇടേണ്ടത് അതിനകത്ത് ഇട്ടിട്ട് തിരിച്ചാക്കിയിട്ട് കൈകൾ കയറ്റിയിട്ടിട്ട് ബ്രാ ഇട്ടാൽ മതി. അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയാണ് ബ്രാ ധരിക്കാനായിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രിയിൽ കിടക്കുമ്പോൾ ബ്രാ ധരിക്കാതിരിക്കുക. ശരീരത്തിന് ഒരു കുറച്ച് നേരമെങ്കിലും ഫ്രീ ആയിട്ട് വിടുക. കാരണം നമ്മുടെ ശരീരം പകലില്ലാതെ ടൈറ്റായിട്ടിരിക്കുകയാണ്. രാത്രിയിലെങ്കിലും അതിനൊന്ന് ഫ്രീ വേണ്ടേ? രാത്രിയിൽ നിങ്ങൾ ബ്രാ ധരിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. കാരണം ശരീരത്തിൻ്റെ രക്തയോട്ടം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ നിങ്ങൾ ബ്രാ ധരിക്കേണ്ട എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? പിന്നെ കുറച്ച് പേർക്ക് സംശയമുണ്ട്, രാത്രിയിൽ ബ്രാ ധരിക്കാതിരിക്കുവാണെങ്കിൽ മാറിന് ഷേപ്പ് ഇല്ലാതാകുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. ഒരിക്കലും അങ്ങനെ ഷേപ്പ് ഇല്ലാതൊന്നും ആകത്തില്ല. രാത്രിയിൽ ബ്രാ ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. ഏറ്റവും നിങ്ങളുടെ ശരീരത്തിന് രാത്രിയിൽ ബ്രാ ധരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പകലില്ലാതെ നമ്മുടെ ശരീരം ടൈറ്റായിട്ടിരിക്കണം. കുറച്ച് രാത്രിയിലെങ്കിലും ഒന്ന് ഫ്രീ ആവട്ടെ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡും ഒക്കെ ഫ്രീ ആവത്തില്ല, അതേപോലെ നമ്മുടെ ശരീരം ഒന്ന് ഫ്രീ ആവണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മൾ രാത്രിയിൽ ബ്രാ ധരിക്കേണ്ട. അന്നേരം ബ്ലഡ് ഓട്ടം നല്ലപോലെ നടക്കുകയും ബ്രെയിനും ഒക്കെ നല്ലപോലെ നടക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ അന്നേരം ഇരിക്കുന്ന സമയത്ത് അതിലവിടെ ടൈറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പാസ് ചെയ്യും. അത് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ബ്രാ ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.